ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവിടെ സമ്മതിക്കുന്നില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതി വിനോദസഞ്ചാര മേഖലയുടെ വൻ കുതിപ്പിനിടയാക്കുമെന്നും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഹമ്മദ് റിയാസ് പറഞ്ഞു. വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ. 10 വർഷങ്ങൾക്ക് മുമ്പത്തെ ദൃശ്യങ്ങളാണ്. കടലിലും കരയിലും സമരം നടത്തിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സീപ്ലെയിൻ പദ്ധതിയെ ഇടതുപക്ഷം കെട്ടുകെട്ടിച്ചത്. അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. എടോ, താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? സംഭവം നടക്കുമ്പോ താൻ എവിടെ ആയിരുന്നു? നമ്മളിവിടെ താഴത്ത്. അപ്പോ സംഭവം കണ്ട ജയരാമൻ മുകളിൽ നിന്ന് വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിച്ചു അല്ലേ? അപ്പോ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എനിക്ക് അപ്പഴ നിൽക്കുന്നായത് എങ്ങോട്ട് നമ്മൾ പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആയിരുന്നു. UDFന്റെ സീപ്ലെയിൻ. LDFന്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇത് കൊള്ളൊന്നും ആവില്ല, കടലാവാൻ പോകും. കുറച്ചുകൂടി നല്ല ക്യാപ്സ്യൂൾ പറയുക. അതായത് ഇപ്പോഴത്തെ സീപ്ലെയിൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള തിലാപ്പിയ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് ഇതുപോലെ അമ്മയ്യപ്പനെ മരിമോനെ ഇനി ഒത്തുകിട്ടും. ക്രെഡിറ്റ് എടുത്തു കൊടുക്കുക, ഒരു പ്രശ്നവുമില്ല. ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം അതാ. പക്ഷേ കാർന്നോമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ, അത് കിട്ടുക. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുര്യച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ.